നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കേന്ദ്രത്തിനെതിരെ കേരളം. സഹകരണ പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. BJP MLA O രാജഗോപാലിന്റെ ഭേദഗതി തള്ളിക്കളഞ്ഞുള്ള സർക്കാർ നടപടി പ്രതിപക്ഷ കക്ഷികളുടെ പൂർണ്ണ പിന്തുണയോടെ. സഹകരണ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള കേന്ദ്ര നീക്കത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പ്രതിപക്ഷം. മോദി സർക്കാരിന്റേത് രാജ്യത്തെ സാമ്പത്തിക അടിമത്തത്തിലേക്ക് നയിക്കാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. കറൻസി പിൻവലിച്ചതുകൊണ്ട് കള്ളപ്പണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും പിണറായി. കള്ളപ്പണത്തിന്റെ സംരക്ഷകരാണ് കേരളീയരെന്ന നിലപാട് അപമാനകരമെന്ന് AC മൊയ്തീൻ. മോദിയുടേത് സാമ്പത്തിക ഫാസിസമെന്ന് രമേശ് ചെന്നിത്തല. സഹകരണ ബാങ്കുകൾക്ക് കേന്ദ്രം എതിരല്ലെന്ന് O രാജഗോപാൽ. സഹകരണ സ്ഥാപനങ്ങളെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ മാർഗമായി കാണുന്നു. ഇത്തരം സംഘങ്ങൾ അവയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായും രാജഗോപാൽ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒത്തിരി ചോരയും പ്രാണവേദനയുമാണെന്ന് VS അച്യുതാനന്ദൻ. സമ്മർദ്ദത്തിൽ സർക്കാർ. സഹകരണ പ്രതിസന്ധിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം മുറുകുന്നതിനിടെ ബാങ്കുകൾക്ക് ഇളവ് നൽകുന്ന കാര്യം പരിഗണിച്ച് കേന്ദ്രം. ഇതു സംബന്ധിച്ച് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. നടപടി കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിനിടെ നോട്ട് അസാധുവാക്കലിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം പ്രമേയം പാസാക്കി. കറൻസി പരിഷ്കരണം പാവപ്പെട്ടവർക്ക് വേണ്ടിയെന്ന് പ്രധാനമന്ത്രി. അതേസമയം നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രധാനമന്ത്രി സഭയിലെത്തി വിശദീകരണം നൽകാതെ സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. സഭ തടസ്സപ്പെടുത്തുന്നത് വേദനാജനകമെന്ന് സ്പീക്കർ. മന്ത്രിയാകാൻ മണിയാശാൻ. പിണറായി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി MM മണിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 4:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും പങ്കെടുക്കും. ജയരാജൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള വകുപ്പുകളിലെ പുനർക്രമീകരണവും ഇന്ന് നിലവിൽ വരും. സഹകരണ മന്ത്രിയായിരുന്ന AC മൊയ്തീന് വ്യവസായവും കായികവും, വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ ടൂറിസം വകുപ്പുകൾ ഏറ്റെടുക്കും. വീണ്ടും ഭീതിയുടെ ചലനം. ജപ്പാനെ നടുക്കി വടക്കു കിഴക്കൻ തീരത്ത് ശക്തമായ ഭൂചലനം. ഫുകുഷിമ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് രാവിലെ 6 മണിയോടെ. തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ കേന്ദ്രം. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. തീരപ്രദേശത്തുള്ളവരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി ഷിൻസോ ആബെ. ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. ന്യൂസിലാൻഡിലും ശക്തമായ ഭൂചലനമുണ്ടായതായി റിപ്പോർട്ട്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2790 രൂപ, പവൻ 22,320 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.